5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പഞ്ചാബിലെ ആദംപൂരിലെ നമ്മുടെ സായുധ സേനാഭാഗത്തിൻ്റെ താവളത്തിൽ പ്രധാനമന്ത്രി പോയി. 3 കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ക്രെക്സ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ ആണ് ഇനി നമ്മുടെ ന്യൂ നോർമൽ. ഇതാണ് നമ്മുടെ പതിവ്. നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും. പഴയതുപോലെ നോക്കിക്കൊണ്ടിരിക്കത്തില്ല, കൃത്യമായി തിരിച്ചടിക്കും. ഭീകരവാദത്തെ നമ്മൾ തുടച്ചു നീക്കും. ഭീകരവാദികൾക്ക് മാപ്പില്ല. ഒന്നാമത്തെ അജണ്ട. രണ്ടാമതായി പറഞ്ഞ ഒരു തന്ത്രം. രണ്ടാമതായി പറഞ്ഞത് ആണവ പരിപാടികളൊന്നും കാണിച്ച് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട. നിങ്ങൾ ആണവം പ്രയോഗിച്ചാൽ ഞങ്ങളും പ്രയോഗിക്കും. മാത്രമല്ല, നിങ്ങൾ ആണവം പ്രയോഗിച്ചാൽ ഞങ്ങൾക്കത് നിർവീര്യമാക്കാനും അറിയാം. അതുകൊണ്ട് ആണവ ബ്ലാക്ക്മെയിലും കൊണ്ട് പാകിസ്ഥാൻ വരേണ്ട കാര്യമില്ല. ലോകത്തിലെ ഒരു രാജ്യവും ഞങ്ങളോട് വരണ്ട. മൂന്നാമതൊരു കാര്യം പറഞ്ഞു മോഡി. അതാണ് വളരെ വളരെ പ്രധാനം. അത് ലോക രാഷ്ട്രങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് 70 രാജ്യങ്ങളിലെ അറ്റാഷമാരെ വിളിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അവരോടെല്ലാം വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞത്, ഭീകരവാദികളെ മാത്രമല്ല ഞങ്ങൾ പിടിക്കുന്നത്, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും പിടിക്കും. പ്രത്യേകിച്ച് ആ ഭീകരവാദികൾ താമസിക്കുന്ന പാകിസ്ഥാനെയും പിടിക്കും. അവരെ സഹായിക്കുന്ന തുർക്കിയായാലും, അവർക്ക് കളിപ്പാട്ട തോക്കുകൾ കൊടുക്കുന്ന ചൈനയായാലും, ആരായാലും ഞങ്ങളുടെ കണ്ണ് അവരുടെ പുറത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വല്ലാത്ത തന്ത്രമാണ്, ത്രിമുഖ തന്ത്രമാണ് അവതരിപ്പിച്ചത്. ഒന്ന്, ഈ ഭീകരവാദത്തോട് സന്ധിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ ന്യൂ നോർമൽ ആയിരിക്കും. ഇനി ഇതായിരിക്കും ഞങ്ങളുടെ സാധാരണയുള്ള തിരിച്ചടി. 2, ഞങ്ങളെ ആണവ പരിപാടിയൊന്നും കാണിച്ച് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട, ഞങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടിരിക്കും. 3, ആരാണോ ഭീകരവാദം നടത്തുന്നത് ആ ഭീകരവാദികളെ മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതും ഞങ്ങളുടെ അജണ്ടയിലുണ്ട്. എത്ര കൃത്യമായിട്ടാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി വന്ന് ജനങ്ങളോട് ഇത് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, രാജ്യത്തെ പ്രധാനമന്ത്രിക്കായാലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കായാലും സൈന്യത്തിനായാലും മോറൽ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറി അഭിപ്രായം പറഞ്ഞ് നാശകോശയാക്കി വൃത്തികേടാക്കുക അല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ ത്രിമുഖ തന്ത്രം രാജ്യം അംഗീകരിച്ചതാണ്, ലോകം അംഗീകരിച്ചതാണ്. അതുപോലെ തന്നെ പറയുകയുണ്ടായി, ട്രംപ് പോലുള്ള ആരുടെയും മൂന്നാം വ്യവസ്ഥയൊന്നും നമുക്ക് ആവശ്യമില്ല. മൂന്നാം പാർട്ടിയുടെ വ്യവസ്ഥ നമുക്ക് വേണ്ട. നമ്മൾ കാശ്മീർ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ POK നമുക്ക് തരണം. അതിലാണ് ചർച്ച. അല്ലാതെ ഇന്ത്യയിലിരിക്കുന്ന കാശ്മീർ അങ്ങോട്ട് കൊടുക്കലല്ല. ഇനി ചർച്ച നടക്കേണ്ടത് POKയിലാണ്. പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് ഇന്ത്യക്ക് ചർച്ചയ്ക്ക് താല്പര്യം. ആ ചർച്ചയുണ്ടെങ്കിൽ ആരെങ്കിലും വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഒരു കാര്യത്തിനും ഇന്ത്യക്ക് താല്പര്യമില്ല. വളരെ സുവ്യക്തമായി ഇന്ത്യയുടെ നയം ഇന്ത്യ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, പ്രായോഗികമായി ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യയെപ്പോലുള്ള ക്ഷമയുള്ള ജനാധിപത്യമുള്ള വികസിത രാജ്യത്തോട് വന്ന് പോരടിക്കാൻ ചൊറിയാൻ നിന്നാൽ മാന്തി പറിച്ച് ഇല്ലാതാക്കുമെന്നുള്ള പാഠം പാകിസ്ഥാൻ അറിയണം. 15ഓളം സൈനിക താവളങ്ങളാണ് പാകിസ്ഥാൻ്റെ ഇല്ലാതാക്കിയത്. 9ഓളം ഭീകര കേന്ദ്രങ്ങളാണ് ഇല്ലാതാക്കിയത്. 5-1 സൈനിക ശക്തി അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പാകിസ്ഥാൻ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് വന്നത്. അതെല്ലാം ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടാണ് ചെയ്തത്, പാകിസ്ഥാനിലേക്ക് പോയല്ല. പാകിസ്ഥാൻ മണ്ണിലാണ് ഇതെല്ലാം നഷ്ടം പലതും ഉണ്ടായതെങ്കിലും ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടാണ് അതെല്ലാം ചെയ്തത്. അതിനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. അത് ലോകത്തിനോട് ഇന്ത്യ പറഞ്ഞു, പാകിസ്ഥാനോടും പറഞ്ഞു. ബംഗ്ലാദേശും ഇത് കണ്ടുപഠിക്കണം. ബംഗ്ലാദേശിനോടും ഉള്ളൊരു പാഠം കൂടിയാണിത്. അങ്ങനെ ഒരു ത്രിമുഖ തന്ത്രത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇതിലൊക്കെ ആവശ്യമായ മോറൽ സപ്പോർട്ടാണ് നാം എല്ലാം കൊടുക്കേണ്ടത്.